ഇത് നമുക്ക് സർവീസിന് ഇട്ടിരിക്കുന്നത് ഒരു ആമ്പാണ്, കാറാമ്പാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് 500 വാട്ടിൻ്റെ. അപ്പം ഇത് വെള്ളം കയറിയെന്നുള്ള സംശയമുണ്ട്. നമ്മൾ ഊരുന്ന സമയത്ത് ഇത് വെള്ളം ഉണ്ടായിരുന്നു ചെറുതായിട്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. ഇതൊന്ന് എന്തെങ്കിലും ഷോട്ടിംഗ് ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്കിങ് കാര്യങ്ങളും ചെയ്ത് നോക്കാം. അങ്ങനെ ആമ്പ് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ക്രൂവും കാര്യങ്ങളൊക്കെ. അപ്പം കുറേ നാൾ ഇടുന്നതിൻ്റെ ആ ഒരു ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം വെള്ളം കയറിയെന്നൊരു സംശയമുണ്ട്. പിന്നെ അതുകൊണ്ട് വല്ല ഷോർട്ടായതാണോ, ഫ്യൂസ് വല്ലതും പോയാണോ, ഡയോഡ് വല്ലതും കത്തിപ്പോയാണെന്ന് അറിയില്ല. ഊരി നമുക്കൊന്ന് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കപ്പാസിറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും IC കാര്യങ്ങളൊന്നും വലിയ ഷോട്ടിങ് കാണിക്കുന്നില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും സോൾവ് ആയിട്ടെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല അവിടെ ആ ഏരിയയിൽ. നമ്മളിപ്പം വാണിംഗ് ലൈറ്റ് മാറ്റിയിട്ട് യെല്ലോ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മേളിൽ ആ ബോർഡിലെ പ്രിൻറ്റിങ്ങിൻ്റെ അവിടെ ഒരു ചെറിയ കപ്പാസിറ്റർ IC ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡയോഡും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് വാണിംഗ് ലൈറ്റ് മാറി. ഇപ്പം ഈ പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. സ്പീക്കറെ കണക്ട് ചെയ്ത് നോക്കിയതിന് ബൂഫർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം വേറെ കംപ്ലൈൻറ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പം നമുക്കവിടെ സബ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളത് സ്വിച്ചെല്ലാം കറക്റ്റായിട്ട് നോക്കിയതിന് വർക്കിംഗ് ആവുന്നുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അപ്പം നമുക്ക് റെഡിയായി എടുത്തിട്ടുണ്ട്. ചെറിയ റേറ്റിനാണ് നമ്മൾ മൊത്തം റെഡിയാക്കി.